ആകാശത്ത് രക്തനിറം കണ്ടു. ശാസ്ത്രബോധം വന്നതിന് ശേഷവും അവൻ ആകാശത്ത് രക്തനിറം കാണുന്നു. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം അവിവേകിയായിരുന്നു, ബാലനായിരുന്നപ്പോൾ കണ്ടപ്പോൾ അവൻ ഭ്രമിച്ചിരുന്നു. അവൻ എന്താ ധരിച്ചത്? ഈ രക്തനിറം ആകാശത്തിൻ്റെതാണ്. അവിടെയാണ് ഭ്രാന്തി. ഈ ഇരുണ്ട നിറം ആകാശത്തിൻ്റെതാണ് എന്നവൻ ഭ്രമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഭൂതത്തിന്റെ തത്വം എന്താണ് എന്ന് ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ കാണുമ്പോൾ അത് കാണുന്നുണ്ട്, കാഴ്ചയ്ക്ക് മാറ്റമൊന്നുമില്ല. പക്ഷെ അവൻ മനസ്സിലാക്കുന്നു ഇത് ആകാശത്തിൻ്റെതല്ല. അവിടെ സൂര്യപ്രകാശമോ മേഘമോ എല്ലാം കൂടി ചേർന്ന് സൃഷ്ടിച്ച ഒന്നാണ്. ആ നിറത്തെ അവൻ അവിടെ ആരോപിക്കുന്നില്ല. അനുഭവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇവിടെ പുരുഷൻ സ്ത്രീയായോ, സ്ത്രീ പുരുഷനായോ, എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ അവിടെ ആ പരമാർത്ഥ ബോധം എന്ന് പറയുന്നത് അത് വേറെയാണ്. അതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് വേറെയാണ്. ഈ അനുഭവം രക്തമായിട്ടോ കൃഷ്ണമായിട്ടോ ഒക്കെ കാണുന്ന ഈ അനുഭവം വേറെ. രണ്ടും രണ്ടാണ്. രണ്ടും തമ്മിൽ സംഘടനത്തിന്റെ കാര്യമില്ല. ആദ്യം അവൻ ഭ്രാന്തനായിരുന്നു. അത് രക്തമാണെന്നറിഞ്ഞു. രക്തമില്ലാത്ത ഒന്നിനെ രക്തമായി അറിയുക, അതാണ്. ചുവപ്പല്ലാത്ത ഒന്നിനെ ചുവപ്പായി അറിയുക, അത് ഭ്രാന്തി. ഇവിടെയും ചുവപ്പായി അറിയുന്നുണ്ട്. പക്ഷെ അവനറിയാം ആ ചുവപ്പ് ആകാശത്തിൻ്റെതല്ല. ഇത് തന്നെയാണ് തത്വജ്ഞാനിയുടെ വ്യവഹാരവും. ഇങ്ങനെ തന്നെ. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ അനുഭവങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. എന്നാലും തത്വജ്ഞാനിയുടെ അനുഭവം നമ്മുടേതുപോലെയാണോ എന്ന് ചില ചോദിക്കും. ചോദിക്കുന്നവൻ്റേതുപോലെയല്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനി സംസ്കൃതചിത്തനാണ്. സംസ്കാരം വന്നു കഴിഞ്ഞാൽ ചിത്തം. അപ്പോൾ തത്വജ്ഞാനിയുടെ അനുഭവം ആ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും. അതൊരു അസംസ്കൃത ചിത്തൻ്റേതുപോലെ ആയിരിക്കത്തില്ല. അതിനാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം ഒഴിവാക്കിയാൽ എല്ലാം പഴയതുപോലെ തന്നെ. ആകാശത്തിന് നിറമില്ലെന്നറിഞ്ഞാലും നിറം അവിടെ കാണും. പക്ഷെ അയാൾ ഭ്രാന്തനല്ല. അയാൾ കാണുന്ന ആ നിറത്തെ അയാൾ ആകാശത്തിലേക്ക് ആരോപിക്കുന്നില്ല. എന്നിട്ട് ആകാശം ആ നിറത്തോടു കൂടിയതാണെന്ന് സ്വയം കരുതുന്നില്ല. അപ്പോ ഒരു തത്വജ്ഞാനി അല്ലെങ്കിൽ തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവന്റെ അന്തരംഗത്തിൽ സുഖദുഃഖാദി അനുഭവങ്ങൾ, കാമക്രോധാദി അനുഭവങ്ങൾ തുടങ്ങിയവയെല്ലാം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് തത്വജ്ഞാനം കൊണ്ടല്ല, ചിത്തസംസ്കാരം കൊണ്ടാണ്. അതിനെ എത്രമാത്രം ലഘൂകരിക്കാമോ അത്രമാത്രം ലഘൂകരിക്കാം. അത് ചിത്തസംസ്കാരം, തത്വജ്ഞാനമല്ല. തത്വജ്ഞാനം വരുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. പുരുഷനല്ലെന്ന് തോന്നുന്നു. പിന്നെ പറയുന്നതോ പലയിടത്തും ഞാൻ പുരുഷനല്ല സ്ത്രീയല്ല എന്നൊക്കെ പറയുമല്ലോ. ചില പാട്ടുകളിലൊക്കെ അങ്ങനെ പാടാറുണ്ട്. ശിവോഹം ശിവോഹം എന്നൊക്കെ പറയാറ്. അവിടെ എന്താണ്? ആ ഭ്രാന്തിയെ നിരാകരിക്കുകയാണ്. തന്നിൽ അത്തരം ദ്വൈതങ്ങൾ, ദ്വന്ദ്ങ്ങൾ ഒന്നും പരമാർത്ഥത്തിൽ നിൽക്കുന്നില്ല എന്ന് സ്വസ്വരൂപത്തിൽ ദ്വൈതപ്രതീതികളെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്.
അതിനർത്ഥം അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുന്നില്ല എന്നല്ല. അതായത് ആകാശം നിറമില്ലാത്തതാണ് എന്നൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവനൊരിക്കലും ആകാശത്തെ നിറത്തെ കാണില്ല എന്നല്ല, അത് കാണാം. അതാണ് ഇവിടെ പറഞ്ഞു. കഥാചിത് കാണാതെയിരിക്കാം, ചിലപ്പോൾ കാണാതെയിരിക്കാം. അവൻ സൂര്യപ്രകാശമൊക്കെ ഉള്ള സമയത്ത്, സന്ധ്യാസമയത്തൊക്കെ പോയി നോക്കണം, എന്നാലേ കാണാൻ പറ്റും. അതുപോലെ വിവേകി ചിത്തസംസ്കാരമുണ്ടെങ്കിൽ ഈ ചിത്തദോഷങ്ങളെല്ലാം കുറഞ്ഞിരിക്കും. തത്വജ്ഞാനം അത് നശിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ പറയുന്നത് തത്വജ്ഞാനിയും ഈ രാഗാദി ദോഷങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വീണ്ടും പരിശ്രമിക്കണം. ചിലയിടത്ത് പറയും. അത് ഇതുകൊണ്ടാണ്. അത് തത്വജ്ഞാനികൾ പലതരത്തിലുണ്ട്. ചിലർക്കത് ആവശ്യമായി വരും, ചിലർക്കത് ആവശ്യമായി വരത്തില്ല. അധികാരി ഭേദമനുസരിച്ചിട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ പൊതു നിയമമല്ല.